നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം. ഈ രണ്ട് പ്രധാനപ്പെട്ട രാജ്യദ്രോഹ കുറ്റം ചുമത്തി രണ്ടുപേർ ജയിലിൽ കിടപ്പുണ്ട്. തർജിൽ ഇമാമും ഷർജിൽ ഇമാമും ഉമർ ഖാലിദും ഈ രണ്ടുപേർ ഇപ്പോഴും ജയിലിലാണ്. ഇപ്പോൾ ജാമ്യം കിട്ടിയിട്ടില്ല. അപ്പം ഇവര് 4-5 വർഷമായിട്ട് ജയിലിലാണ്. അതെ, അവർക്കൊപ്പം തങ്ങളും അവർക്കൊപ്പമാണ്, അല്ലെങ്കിൽ അവരുടെ സ്റ്റാറ്റസാണ്, അവരുടെ അവസ്ഥയാണ് തങ്ങൾക്ക് എന്നൊക്കെ പറഞ്ഞ് ചിലർ നാണം കിട്ട ചില പ്രസ്താവനകളുമായി വന്നിട്ടുണ്ട്. പക്ഷേ ജയിലിലേക്ക് പോകുന്ന പോക്കിനാണ് ഈ പ്രസ്താവന. വേറെ ആരുമില്ല, തരുൺ തേജ്പാൽ എന്ന തെഹൽക്കയുടെ ഈ ഒളിച്ചിരുന്ന് വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്ന ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസത്തിൻ്റെ തലോട്ടപ്രായെന്ന് സ്വയം അവകാശപ്പെട്ടിരുന്ന തരുൺ തേജ്പാൽ അകത്തേക്കാണ്. അദ്ദേഹം കമ്പയർ ചെയ്തിരിക്കുന്നത് ഈ രണ്ടുപേരെയുമാണ്. ശരിക്കും ഇത്തരമൊരു ഞാൻ രാജ്യദ്രോഹികളായി ചിത്രീകരിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ ജയിലിൽ കിടക്കാൻ പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ എന്തൊക്കെ ഒരു പൊളിറ്റിക്കൽ സപ്പോർട്ട്, പ്രതിപക്ഷത്തിൻ്റെ ഒരു പൊളിറ്റിക്കൽ സപ്പോർട്ടൊക്കെ ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ടല്ലേ? അല്ല, ഇത് വെറും ഇരവാദമാണിത്. അതായത് എന്നെ വേട്ടയാടുന്നു എന്ന് പറയാണ്. നോക്കൂ, ഈ ഉമർ ഖാലിദും ഷർജിൽ ഇമാമും ജയിലിൽ കിടക്കുന്നതിന് കാരണങ്ങളുണ്ട്. അവർക്കെതിരെ UAPA ആണ് ചുമത്തപ്പെട്ടിരിക്കുന്നത്. രാജ്യദ്രോഹ കുറ്റമാണ്. ഡൽഹി കലാപവുമായി ബന്ധപ്പെട്ടാണ് ഇരുവരും അറസ്റ്റിലായത്. അന്ന് തൊട്ട് ഇരുവരും ജയിലിലാണ്. അവരെ സുപ്രീം കോടതി പോലും ജാമ്യം കൊടുത്തിട്ടില്ല. ഇടക്കാല പരോൾ പോലെ ഈ ഇടക്കാല ജാമ്യം അവർക്ക് ചില പ്രത്യേക സന്ദർഭങ്ങളിൽ വീട്ടിലെ ചില ചടങ്ങുകളിൽ പങ്കെടുക്കാൻ വേണ്ടി മാത്രം ഉമർ ഖാലിദിനും മറ്റും ജാമ്യം കൊടുത്തത് നമ്മൾ കണ്ടതാണ്. അത് 2-3 ദിവസത്തെ ജാമ്യമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ തിരിച്ച് വീണ്ടും ജയിലിലെത്തണം. അത് തന്നെ പോലീസ് പ്രൊട്ടക്ഷനോട് കൂടിയാണ്. എസ്കോർട്ട് പരോൾ എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ ഉള്ളൊരു ജാമ്യമാണ് അവിടെ അനുവദിക്കപ്പെട്ടത്. ഇവിടെ ഇപ്പോൾ ഈ തരുൺ തേജ്പാലിന് ഈ കേസുമായിട്ട് എങ്ങനെ കമ്പയർ ചെയ്യും? തരുൺ തേജ്പാലിൻ്റെ ബുദ്ധിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. കാരണം അവർ രണ്ടുപേരും ജയിലിൽ കിടക്കുന്ന കേസ് വേറെ, തരുൺ തേജ്പാലിനെ ഇപ്പോൾ ശിക്ഷിച്ച കേസ് വേറെ. ഇതിനെ എങ്ങനെ കൂട്ടിക്കെട്ടും എന്നെനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല. മറ്റവർ ഒരു കലാപവുമായി ബന്ധപ്പെട്ട് രാജ്യദ്രോഹ കുറ്റത്തിനാണ് അവരെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടിരിക്കുന്നത്. ഇപ്പോൾ തരുൺ തേജ്പാലിനെതിരെ മുംബൈ ഹൈക്കോടതിയുടെ ഗോവ ബെഞ്ച് ആണ് വിധി പറഞ്ഞിരിക്കുന്നത്. അതായത് ഗോവ ബെഞ്ചിലെ ജസ്റ്റിസുമാരായ നീല ഖോഖലെയും അമിത് ജാംസന്ദേക്കർ, ഈ 2 ജഡ്ജിമാരാണ് വിധി പറഞ്ഞിരിക്കുന്ന കേസ് 2013 നവംബറിൽ തൻ്റെ മകളുടെ മാത്രം പ്രായമുള്ള മകളുടെ അടുത്ത സുഹൃത്തു കൂടിയായ തൻ്റെ സ്ഥാപനത്തിൽ തൻ്റെ ജൂനിയറായിട്ട് ജോലി ചെയ്യുന്ന, അതായത് ഇദ്ദേഹം അവിടെ ചീഫ് എഡിറ്ററാണ്, അവിടുത്തെ ഒരു സാധാരണ ഒരു ട്രെയിനിയായി ജോലി ചെയ്യുന്ന ഒരു പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചു, ലിഫ്റ്റിൽ വെച്ച് പീഡിപ്പിച്ചു. 2 ദിവസങ്ങളിലായിട്ട് അത് സംഭവിച്ചു എന്ന് പറയുന്ന, അതായത് ഒരു ദിവസം സംഭവിച്ചു, അടുത്ത ദിവസം അത് ആവർത്തിച്ചു. അങ്ങനെ ഉള്ളൊരു കേസിലാണ് ഇപ്പോൾ ഗോവയിൽ വെച്ച് ഗോവയിലെ ഹയാത്ത് എന്ന് പറയുന്ന വലിയൊരു 5 നക്ഷത്ര ഹോട്ടലിൽ വെച്ചാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. അവിടെ വെച്ച് ഈ സംഭവിച്ചതിനെ ചൊല്ലി പിന്നീടുണ്ടായ കേസ്, ഈ പെൺകുട്ടി പരാതി കൊടുത്തു, പോലീസ് അന്വേഷിച്ചു, ഈ തേജ്പാലിനെ അറസ്റ്റ് ചെയ്തു. പിന്നീട് ഗോവയിൽ സെഷൻസ് കോടതിയിൽ അത് വരികയും 2021 കോടതി തരുൺ തേജ്പാലിനെ വെറുതെ വിടുകയും ചെയ്തു. തെളിവുകളുടെ അഭാവമൊക്കെ പറഞ്ഞ് പിന്നെ ഇരയാക്കപ്പെട്ട പെൺകുട്ടിയുടെ മൊഴി വിശ്വസനീയമല്ല എന്നൊക്കെ പറഞ്ഞ് ഈ കേസിൽ നിന്ന് തരുൺ തേജ്പാലിനെ ഒഴിവാക്കി. അതിനെതിരെ ഗോവ സർക്കാർ അപ്പീൽ കൊടുത്തിരുന്നു. ബോംബെ ഹൈക്കോടതിയുടെ ഗോവ ബെഞ്ചിൽ അപ്പീൽ കൊടുത്തിരുന്നു. ആ അപ്പീലിന്മേലാണ് കോടതി വിശദമായി വാദം കേട്ടതിനു ശേഷം തരുൺ തേജ്പാലിനെ ശിക്ഷിച്ചത്. അതായത് 10 വർഷത്തേക്ക് കഠിന തടവിനും അതുപോലെ തന്നെ 10.21 ലക്ഷം രൂപ പിഴയടയ്ക്കാനുമാണ് കോടതി ശിക്ഷിച്ചിരിക്കുന്നത്. ഈ പിഴത്തുക ഇരയാക്കപ്പെട്ട, അതായത് ഇയാൾ പീഡിപ്പിച്ച പെൺകുട്ടിക്ക് നൽകണം എന്നും കോടതി വിധിയിലുണ്ട്. വളരെ വ്യക്തമാണ്. കോടതി വളരെ വിശദമായി വാദം കേട്ട് ഈ പെൺകുട്ടി കൊടുത്ത മൊഴി, കോടതിയിൽ പറഞ്ഞ കാര്യങ്ങൾ, ഗോവ സെഷൻസ് കോടതിയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം വിശദമായി പരിശോധിച്ചിട്ട് കോടതി കീഴ്ക്കോടതിയുടെ വിധിയെ അതിരൂക്ഷമായി വിമർശിച്ചിട്ടുണ്ട്. ഇത്രയൊക്കെ തെളിവുകൾ മുമ്പിലുണ്ടായിട്ടും ഈ കണ്ണ് കെട്ടിയാണോ വിധി പറഞ്ഞിരിക്കുന്നതെന്നൊക്കെ മട്ടിലുള്ള ഒരു പരാമർശങ്ങളൊക്കെയാണ്, അല്ലെങ്കിൽ അങ്ങനെ ആ രീതിയിൽ അർത്ഥം വരുന്ന ചില കാര്യങ്ങളൊക്കെയാണ് കോടതി ബോംബെ ഹൈക്കോടതിയുടെ ഗോവ ബെഞ്ച്
ഈ വിധി പുറപ്പെടുവിച്ചുകൊണ്ട് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ തരുൺ തേജ്പാൽ അതിനെതിരെ സുപ്രീം കോടതിയിൽ അപ്പീൽ പോകും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ അപ്പീൽ പോകാനുള്ള സ്വാതന്ത്ര്യം അങ്ങേർക്കുണ്ട്. അത് നമ്മളാരും ചോദ്യം ചെയ്യും. പക്ഷേ എനിക്ക് മനസ്സിലാകാത്ത ഉമർ ഖാലിദിനെയും ഷർജീൽ ഇമാമിനെയും കൊണ്ടുവന്ന് ഇതുമായിട്ട് കണക്ട് ചെയ്യുന്നത് എന്തിനാണ് എന്നാണ്. അതായത് തരുൺ തേജ്പാലിനെ BJP സർക്കാർ, കേന്ദ്ര സർക്കാർ വേട്ടയാടുന്നു, ഗോവയിലെ BJP സർക്കാർ വേട്ടയാടുന്നു എന്നാണ് ഇയാൾ പറയുന്നത്. ഈ ഹയാത്തിൽ 2 ദിവസത്തെ എന്തോ ഒരു മാധ്യമ സെമിനാറോ വർക്ക്ഷോപ്പോ അങ്ങനെ എന്തൊക്കെയോ ഈ തെഹൽക്കയുമായി ബന്ധപ്പെട്ട മീറ്റിംഗ് ഒക്കെ നടക്കുകയായിരുന്നു. അതിനിടയ്ക്കാണ് തൻ്റെ മകളുടെ മാത്രം പ്രായമുള്ള മകളുടെ സുഹൃത്തു കൂടിയായ ഈ പെൺകുട്ടിയെ, അതായത് തൻ്റെ കൂട്ടുകാരിയുടെ അച്ഛനെ സ്വന്തം അച്ഛനെ പോലെ കരുതിയിരുന്ന ഒരു പെൺകുട്ടിയെ ലിഫ്റ്റിൽ വെച്ച് 1 അല്ല 2 തവണ ഈ സെക്ഷൽ അസാൾട്ട് അങ്ങനെ ഉപദ്രവിച്ചത്. അതിനെ സംബന്ധിക്കുന്ന ഏറ്റവും പ്രബലമായ ഒരു തെളിവ് എന്ന് പറയുന്നത്, ഇവിടെ നമ്മൾ ഈ ഉമർ ഖാലിദും ഷർജീൽ ഇമാമും നടത്തിയ പ്രസംഗങ്ങളും മറ്റുമൊക്കെയാണ് അവർക്ക് തെളിവായിട്ട് കോടതിയിൽ വന്നിരിക്കുന്നത്, അവർക്കെതിരെയുള്ള തെളിവായിട്ട് കോടതിയിൽ വന്നിരിക്കുന്നത്. അത് പരിഗണിച്ചാണ് കോടതി അവരുടെ ജാമ്യാപേക്ഷ നിരസിക്കുന്നത്. ഈ ഷർജീൽ ഇമാമിൻ്റെ പ്രസംഗം വളരെ ഭയാനകമാണ്. അതായത് സിലിഗുരി ചിക്കൻ നെക്കിനെ ആക്രമിച്ച് കീഴടക്കുക, അങ്ങനെ ഈ നമ്മുടെ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ് 7 സ്റ്റേറ്റുകളുണ്ടല്ലോ, സപ്തസുന്ദരിമാർ എന്നറിയപ്പെടുന്ന അതിനെ ഇന്ത്യയുമായിട്ട് മുറിക്കുക, എന്നിട്ട് അതിനെ ബംഗ്ലാദേശിനോട് ചേർക്കുക എന്നൊക്കെ പറഞ്ഞുള്ള ഈ ഷർജീൽ ഇമാമിൻ്റെ പ്രസംഗം പിന്നെ നമ്മുടെ സോഷ്യൽ മീഡിയയിലും ഇതിലും എല്ലാം വന്നതാണ്. ഇതിൻ്റെ കൃത്യമായ തെളിവുകൾ ഉള്ളതുകൊണ്ടാണ് കോടതി ഇരുവർക്കുമെതിരെ ജാമ്യാപേക്ഷ നിരന്തരം നിരസിച്ചുകൊണ്ട് വിധി പറയുന്നത്. ഇവിടെയും സമാനമായൊരു സംഭവമുണ്ട്. ഇനി അതുകൊണ്ടാണോ തരുൺ തേജ്പാൽ ഈ കേസിനെ ഇങ്ങനെ കൂട്ടിമുട്ടിക്കുന്നതെന്നറിയില്ല. ഈ തരുൺ തേജ്പാൽ തന്നെ ഈ സംഭവം നടന്നു കഴിഞ്ഞിട്ട് ഈ തെഹൽക്കയുടെ മാനേജിങ് ഡയറക്ടർക്കും മറ്റുമൊക്കെ അയച്ച മെയിലിൽ എനിക്ക് തെറ്റുപറ്റിപ്പോയി, ഞാൻ പിന്നെ എന്താ പറയുക, ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ചെയ്തത്, ഒരു നിമിഷം ഞാൻ എന്നെ മറന്നുപോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്വയം കുറ്റമേറ്റു പറഞ്ഞുകൊണ്ട് മാപ്പ് ചോദിച്ചുകൊണ്ട് മെയിൽ അയച്ചിട്ടുണ്ട്. അത് ഈ ഇരയാക്കപ്പെട്ട പെൺകുട്ടിക്കും അത്തരത്തിലുള്ള ചില മെയിലുകൾ ചെന്നിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ മെയിലുകളെല്ലാം പോലീസ് കണ്ടെടുത്തു. ഈ തരുൺ തേജ്പാലിനെ വെറുതെ അറസ്റ്റ് ചെയ്യുകയല്ല, തരുൺ തേജ്പാലിൻ്റെ തന്നെ കുറ്റസമ്മത മൊഴി അത് പോലീസിനോട് പറഞ്ഞതോ ഒന്നുമല്ല, തൻ്റെ സഹപ്രവർത്തകരോട് അല്ലെങ്കിൽ തൻ്റെ മേലുദ്യോഗസ്ഥരോട്, ഇയാളുടെ സഹോദരി കൂടിയാണ് ഈ പിന്നെ ഉയർന്ന മാനേജ്മെൻറ്റ് തസ്തികയിൽ ജോലി ചെയ്യുന്ന ആൾ. അപ്പോൾ അവരോടൊക്കെ തനിക്ക് തെറ്റുപറ്റിയെന്നും താൻ ചെയ്യാൻ പാടില്ലാത്തതാണ് ചെയ്തതെന്നും ഒക്കെ പറഞ്ഞ് അപ്പോളജൈസ് ചെയ്തുകൊണ്ടുള്ള ഇലക്ട്രോണിക് മെയിൽ അയച്ചു. അപ്പോൾ ഈ ഇലക്ട്രോണിക് മെയിലിനെ തെളിവായിട്ടെടുക്കുന്ന ഒരു അപൂർവം സന്ദർഭം കൂടിയാണിത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കോടതി അത്തരം ഡിജിറ്റൽ തെളിവുകളെ സ്വീകരിച്ചുകൊണ്ടാണ് കോടതി കേസിൽ വിധി പറഞ്ഞിരിക്കുന്നത്. ആ ഡിജിറ്റൽ തെളിവുകൾ അങ്ങനെ തള്ളിക്കളയാവുന്നതല്ല. അപ്പോൾ 2013 നടന്ന സംഭവത്തിന് 2021 വിധി വരുന്നത്. ഏതാണ്ട് 7-8 വർഷം കഴിഞ്ഞാണ് വിധി വരുന്നത്. അത് കഴിഞ്ഞ് വീണ്ടും വീണ്ടും ഒരു 4-5 വർഷം കഴിഞ്ഞാണ് ബോംബെ ഹൈക്കോടതിയുടെ ഗോവ ബെഞ്ച് ഈ കാര്യത്തിൽ ഗോവ സർക്കാരിൻ്റെ അപ്പീൽ കേട്ട് കീഴ്ക്കോടതിയുടെ വിധി തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ തരുൺ തേജ്പാലിനെ ശിക്ഷിക്കുന്ന ഒരു വിധിയിലേക്ക് പോയത്. അതെ, തരുൺ തേജ്പാൽ കുറ്റക്കാരനാണെന്ന് കോടതി കൃത്യമായി കണ്ടെത്തിയിരിക്കുന്നു. അതിന് ഈ ഡിജിറ്റൽ തെളിവുകളും മറ്റ് കാര്യങ്ങളും സാഹചര്യ തെളിവുകളും ഒക്കെയാണ് അതിന് കോടതി അവിടെ സ്വീകരിച്ചത്. ആ തെളിവുകളെല്ലാം പൂർണ്ണമായിട്ടും ബോധ്യപ്പെടുന്നതാണ്, നിയമത്തിന് ബോധ്യപ്പെടുന്നതാണ്, കോടതിക്ക് ബോധ്യപ്പെടുന്നതാണ് എന്ന് കോടതി പറയുകയും ചെയ്യുന്നു. പിന്നെ വളരെ കൃത്യമായിട്ട് ഈ താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ എന്ന് പറയുന്നത് പോലെ ഇത്തരത്തിൽ അയച്ച മെയിലുകളെല്ലാം ഈ തരുൺ തേജ്പാൽ കരുതിയത് എന്താണെന്ന് വെച്ചാൽ ഈ പെൺകുട്ടിയെ കൊണ്ട് എങ്ങനെയും പിന്നെ മൊഴി മാറ്റി പറയിക്കാം, പരാതി പിൻവലിപ്പിക്കാം എന്നൊക്കെയാണ്. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കൂ, അച്ഛൻ്റെ പ്രായമുള്ള ഒരാൾ, തൻ്റെ സുഹൃത്തിൻ്റെ അച്ഛൻ, ആ സ്വാതന്ത്ര്യത്തിലാണ് ആ കുട്ടി അവിടെ ജോലിക്ക് വന്നതും ആ സ്ഥാപനത്തിൽ തുടർന്നതും ഒക്കെ. അപ്പോൾ സംരക്ഷിക്കേണ്ട ആൾ തന്നെ, നമ്മളൊക്കെ പഠിച്ചിരിക്കുന്ന അങ്ങനെയാണല്ലോ, പിതാ രക്ഷതി കൗമാരേ എന്നൊക്കെയാണ് അല്ലേ. അപ്പോൾ കൗമാരത്തിൽ രക്ഷിക്കേണ്ട അല്ലെങ്കിൽ ആ ഒരു പ്രായത്തിൽ രക്ഷിക്കേണ്ട പിതാവ് അല്ലെങ്കിൽ പിതാവിനെ പോലൊരാൾ തന്നെ ഇങ്ങനെ നീചമായ പ്രവൃത്തി ചെയ്യുമ്പോൾ അതിനെന്താണ് ശിക്ഷ കൊടുക്കേണ്ടത് കോടതി?
അപ്പോൾ കോടതി വളരെ കൃത്യമായിട്ട് എല്ലാ തെളിവുകളും കോടതിക്ക് പൂർണ്ണമായും ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് തരുൺ തേജ്പാലിന് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. ഇതൊരു പാഠമാണ്, ഒരു സന്ദേശം കോടതി നൽകുന്നുണ്ട്. എത്ര ഉന്നതനായാലും ശരി, എത്ര മാപ്പ് പറഞ്ഞാലും ശരി, ചെയ്ത കുറ്റത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. പിന്നെ ഇപ്പോൾ ഇത് ഈ പറഞ്ഞതുപോലെ വളരെ പണ്ട് തൊട്ടേ തരുൺ തേജ്പാലും BJPയും രണ്ട് തട്ടിലാണ്. തരുൺ തേജ്പാലിൻ്റെ മാധ്യമപ്രവർത്തനം എന്ന് പറയുന്നത് ഒരു ആൻറ്റി BJP മാധ്യമപ്രവർത്തനമാണ്. നമുക്കറിയാം, തെഹൽക്ക ടേപ്പ്, മറ്റേ സ്ട്രിങ് ഓപ്പറേഷൻ നമ്മൾ കണ്ടതാണ്. BJPയുടെ അന്നത്തെ ദേശീയ അധ്യക്ഷൻ ബംഗാരു ലക്ഷ്മണിന് കൈക്കൂലി കൊടുക്കാൻ ശ്രമിച്ചത്, ജോർജ് ഫെർണാണ്ടസിന് കൈക്കൂലി കൊടുക്കാൻ ശ്രമിച്ചത്, അതൊക്കെ വരികയും പിന്നീട് ജോർജ് ഫെർണാണ്ടസും ബംഗാരു ലക്ഷ്മണും ഒക്കെ രാജിവെച്ചു. ബംഗാരു ലക്ഷ്മൺ അധ്യക്ഷ സ്ഥാനത്തുനിന്ന് രാജിവെച്ചപ്പോൾ പിന്നീട് അദ്ദേഹം മരിച്ചുപോയി. ആ ബംഗാരു ലക്ഷ്മണനെയൊക്കെ കൊടുക്കാൻ അന്ന് BJP സർക്കാരിനെ തേജോവധം ചെയ്യാനായിട്ട്, അതായത് പ്രതിരോധ ഇടപാടുകൾക്ക് കൈക്കൂലി കൊടുക്കുന്നു എന്ന് പറഞ്ഞു. അന്ന് വലിയ ആക്ഷേപമുണ്ടായി. ഇത് തെഹൽക്കയ്ക്ക് ഫണ്ട് ചെയ്യുന്നത് കോൺഗ്രസ് ആണെന്നൊക്കെയുള്ള മട്ടിലുള്ള ആക്ഷേപങ്ങൾ, ഈവൻ സോണിയാഗാന്ധിക്കെതിരെ പോലും വ്യക്തിപരമായിട്ട് അന്ന് ആക്ഷേപങ്ങൾ ഉയർന്നതാണ്. വാജ്പേയി സർക്കാരിനെ ഏറ്റവും അധികം പിടിച്ചുലച്ചൊരു സംഭവം കൂടിയാണ്. പിന്നീട് ഈ തെഹൽക്കയ്ക്കെതിരെ തന്നെ പല അന്വേഷണങ്ങളും നടന്നു. തെഹൽക്കയുടെ പല ഇടപാടുകളെക്കുറിച്ചും പല കേസുകളും ഉണ്ടായി. അങ്ങനെ ഈ തുടക്കം തൊട്ട് തന്നെ ഈ തെഹൽക്കയും തേജ്പാലും ഒരു ആൻറ്റി BJP, ഒരു ആൻറ്റി NDA നയം സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോയവരാണ്. പിന്നെ അത് കാലങ്ങൾ എത്രയോ കഴിഞ്ഞപ്പോൾ 2013 ഈ തേജ്പാൽ ഒരു കേസിൽ പെട്ടു. സ്വാഭാവികമായിട്ടും ഗോവ ഭരിക്കുന്നതെന്ന് BJP ആണ്. അപ്പോൾ BJP അവിടെ ശക്തമായി നിയമത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാതെ മുന്നോട്ട് പോയി. അല്ലാതെ കള്ളക്കേസൊന്നും എടുത്തതല്ല. പരാതിക്കാരിയുണ്ട്, പരാതിക്കാരിയുടെ പരാതി വളരെ കൃത്യമാണ്, തെളിവുകൾ സമ്പൂർണ്ണമാണ്. അതുകൊണ്ട് ഇതെല്ലാം ചേർത്ത് തരുൺ തേജ്പാലിനെ പൂട്ടാൻ വേണ്ടി തന്നെയാണ് അന്നവിടെ BJP സർക്കാർ പോലീസിന് ഒരു വിധത്തിലുള്ള വിട്ടുവീഴ്ചയും വേണ്ട എന്നുള്ള നിലപാട് സ്വീകരിക്കുകയും പോലീസ് കൃത്യമായി തെളിവുകളെല്ലാം ശേഖരിച്ച് കേസ് ഫ്രെയിം ചെയ്യുകയും ചെയ്തത്. എന്തായാലും ഇപ്പോൾ കിടന്ന് ഈ ഇരവാദം മുഴക്കി എന്നെ വേട്ടയാടുന്നു എന്ന് നിലവിളിച്ചിട്ട് കാര്യമില്ല. 2013 നവംബർ മാസത്തിലെ ആ ഇരുണ്ട സായാഹ്നത്തിൽ ഇതൊക്കെ ആലോചിക്കേണ്ടതായിരുന്നു, ലിഫ്റ്റിൽ വെച്ച്. മാത്രമല്ല, ഈ കുട്ടിയെ ലിഫ്റ്റിലേക്ക് ഇയാൾ തള്ളിക്കയറ്റുന്നതിൻ്റെ ചിത്രങ്ങൾ, CCTV ക്യാമറ ദൃശ്യങ്ങളൊക്കെ പിന്നീട് പുറത്തു വന്നു. അതൊക്കെ കോടതിയിൽ തെളിവായി. പുറത്തു വന്നില്ല, അത് പോലീസ് ശേഖരിക്കുക, അത് കോടതിയിൽ സബ്മിറ്റ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ അതിൽ വളരെ കൃത്യമായിട്ട് ഈ തരുൺ തേജ്പാൽ ഈ കുട്ടിയെ തള്ളി ലിഫ്റ്റിനകത്തേക്ക് കയറ്റുന്നത്, അവളെ എതിർക്കുന്നതുമായ ദൃശ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ലിഫ്റ്റിനകത്ത് എന്താണ് സംഭവിച്ചത് എന്നത് നമുക്ക് അറിയില്ല. അത് ഈ കുട്ടി പറയുന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷിച്ചപ്പോൾ തെളിവുകളെല്ലാം ലഭിച്ചു. അങ്ങനെയാണ് തരുൺ തേജ്പാൽ അറസ്റ്റിലാകുന്നത്. മാത്രമല്ല, തേജ്പാലിൻ്റെ തന്നെ കുറ്റസമ്മത മെയിൽ തൻ്റെ ഒരു ജൂനിയർ സഹപ്രവർത്തകയോട് ഇങ്ങനെ പെരുമാറേണ്ടി വന്നു, വളരെ നിർഭാഗ്യകരമാണ്, എനിക്ക് എന്നെ നിയന്ത്രിക്കാൻ പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞ് സ്വയം അഡ്മിറ്റ് ചെയ്തുകൊണ്ടുള്ള മെയിൽ, അത് കൃത്യമായിട്ട് പുറത്തു വരികയും ചെയ്തു. ഇതാണ് സംഭവിച്ചത്. എന്നിട്ട് ഇപ്പോൾ കിടന്ന് ഈ ഇരവാദം മുഴക്കിയിട്ടൊരു കാര്യവുമില്ല. കുറ്റം ചെയ്താൽ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. അത് ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥ അനുസരിച്ച് ഉള്ള ശിക്ഷ ഈ തരുൺ തേജ്പാലിന് കോടതി നൽകി കഴിഞ്ഞു. ഇനി അപ്പീല് പോകുന്നതൊക്കെ അയാളുടെ കാര്യം. അത് എന്താവുമെന്ന് സുപ്രീം കോടതിയുടെ വിധി വന്നാലേ നമുക്കറിയാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും മനസാക്ഷിയെ മരവിപ്പിക്കുന്ന ഒരു കർത്തവ്യം ചെയ്തു വച്ചിട്ട് അതിനൊടുവിൽ നീതിന്യായ വ്യവസ്ഥ ഒരു ശിക്ഷ വിധിച്ചപ്പോൾ അത് ആ ശിക്ഷ, ആ വിധി അംഗീകരിക്കുകയല്ലാതെ ഉമർ ഖാലിദിനെയും ഇമാമിനെയൊക്കെ കമ്പയർ ചെയ്ത് കൂട്ടുപിടിച്ച് താൻ അവർക്കൊപ്പം എന്താ ജയിലിൽ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് പ്രതിപക്ഷമൊക്കെ സഹായിക്കുമെന്നായിരിക്കും തേജ്പാലൊക്കെ കരുതുന്നത്. എത്ര തേജ്പാൽമാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. നമുക്ക് എന്തായാലും ഇതൊരു നല്ലൊരു സമൂഹത്തിന് അഭിമാനം തോന്നുന്നൊരു വിധി തന്നെയാണ്. അതെ, പാഠമാകുന്ന വിധി കുറ്റവാളികൾക്ക്.